നമുക്കൊക്കെ തന്നെ വലിയ ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ വളരെ കൃത്യമായൊരു പ്രോസസ്സിലൂടെ കടന്നു പോകണം. ഇത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ചെയ്യാറുള്ളൂ. ഇത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്കാണ് നമ്മൾ ഈ തോട്ട്സും അതോടൊപ്പം തന്നെ ഈ ഇമോഷൻസും കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടെ മിക്സ് ആവും എവിടെ? കോൺഷ്യസ് മൈൻഡിൽ. അത് നമ്മൾ ഇന്റൻഷനലി ചെയ്യണം, നല്ല ഹാർഡ് വർക്ക് ഇട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചു കാലം നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ ഈ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഈ തോട്ട്സും ഈ മിക്സ് ചെയ്തിരിക്കുന്ന ഇമോഷൻസ് എല്ലാം കൂടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തും. അതിന് സമയമെടുത്ത് ഞാൻ പറഞ്ഞു. സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ 24/7 സബ് കോൺഷ്യസ് മൈൻഡ് ആ ലക്ഷ്യം നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യും. നമ്മളെല്ലാം തന്നെ ഈ ജനുവരി മാസം 1-ാം തീയതി പല ലക്ഷ്യങ്ങളും എഴുതി വെക്കുന്നവരാണ്. അത് ഡയറി വാങ്ങി അതിൽ എഴുതുന്നുണ്ടാവും, ചിലവർ അത് എഴുതി ഒട്ടിക്കുന്നുണ്ടാവും. പല കാര്യങ്ങളും ഈ ജനുവരി 1-ാം തീയതി നടക്കാറുണ്ട്. ഭൂരിഭാഗം ആൾക്കാരും ഒരു ലക്ഷ്യമൊക്കെ സെറ്റ് ചെയ്യും, ഗോൾ സെറ്റ് ചെയ്യും. നമ്മൾ ഗോൾ സെറ്റിംഗ് എന്നാണ് പറയുന്നത്. എന്നാൽ ഒരു 3-4 മാസം കഴിഞ്ഞ് അവരൊന്ന് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് നോക്കിയാൽ അത് അവർക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല. ഭൂരിഭാഗം ആൾക്കാരും അത് മറന്നുപോയിട്ടാണ്. കുറച്ച് ആൾക്കാർ എന്താണോ തന്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവും. അതായത് ഈ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഇന്റലക്ച്വൽ പ്രോസസ്സാണ്, നമ്മുടെ ബൗദ്ധികമായ ഒരു പ്രോസസ്സാണ്. പക്ഷേ ഗോൾ അച്ചീവിംഗ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ യൂണിവേഴ്സൽ ലോസ് ആണ്. പ്രകൃതിയുടെ പല നിയമങ്ങളും അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഉത്കണ്ഠ ജനിപ്പിക്കുന്ന ലക്ഷ്യങ്ങളെ എങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്നുള്ളതാണ്. നമ്മളൊക്കെ തന്നെ ഭൂരിഭാഗം ആൾക്കാരും സ്വാഭാവികമായിട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷം ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറച്ചൊരു ഇൻക്രിമെന്റൽ ഗ്രോത്ത്, അതായത് ഒരു ചെറിയ കുറച്ചും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു ഗോൾ മാത്രമേ സെറ്റ് ചെയ്യാറുള്ളൂ. ഒരു 25,000-30,000 വരുമാനമുള്ള ഒരാൾ ഒരു 50,000 വരുമാനം സെറ്റ് ചെയ്യുന്നു. സാമ്പത്തിക കാര്യമാകുമ്പോഴാണ് ഞാൻ പറഞ്ഞത്. ഒരു ഇൻക്രിമെന്റൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രോത്ത് മാത്രമേ. എന്നാൽ വളരെ കുറഞ്ഞ ആൾക്കാർ, ലോകത്ത് വലിയ വിജയം നേടിയ ആൾക്കാർ, അവർ വലിയ ഗോളുകളാണ് സെറ്റ് ചെയ്യുന്നത്. ആ വലിയ ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് ആ വലിയ ഗോളുകൾ നേടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് അവർ ചെയ്യുന്നത്. അതിനാണ് ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഗോളുകൾ അല്ലെങ്കിൽ സ്കേറി ഗോൾസ് എന്നൊക്കെ പറയാം. ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഗോളുകൾ, ആങ്ഷ്യസ് ഗോൾസ് എന്നൊക്കെ പറയുന്നത്. ഇത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ചെയ്യാറുള്ളൂ. ഈ ഗോൾ സെറ്റ് ചെയ്യുകയും അത് അച്ചീവ് ചെയ്യുകയും ചെയ്യുന്നതിന് സാധാരണ ഗോൾ സെറ്റ് ചെയ്ത് ചെയ്യുന്ന പ്രവർത്തനത്തിനുള്ള എഫേർട്ടുകൾ സെയിം ആണ്. അതാണ് രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടിന്റെ പ്രവർത്തനങ്ങളും നമ്മൾ എഫേർട്ട് എന്ന് പറയല്ലോ, അത് സെയിം ആണ്. പക്ഷെ വലിയ ഡിഫറൻസ് ആണ് റിസൾട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഗോളുകൾ എന്താണ്, അതെങ്ങനെയാണ് നമ്മൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതെങ്ങനെയാണ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കൂടുതൽ പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള റിസർച്ചിൽ ഞങ്ങൾ ഫോക്കസ് ചെയ്തത് ലോക പ്രശസ്തനായ മില്യണിയർ മെന്ററും സെൽഫ് ഇമേജ് എക്സ്പേർട്ടും തോട്ട് ലീഡർ എന്നൊക്കെ അറിയപ്പെടുന്ന അറോഷ് വസോഗിയെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ പഠനങ്ങളാണ്. അറോഷ് വസോഗി വളരെ ദരിദ്രമായ ഒരു ചുറ്റുപാടിലാണ് തന്റെ ജീവിതം തുടങ്ങിയത്. പക്ഷേ ഇന്ന് ലോകം മുഴുവൻ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന ബോബ് പ്രോക്ടറുടെ കൂടെ 10-14 വർഷം അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യനായിട്ടാണ് അദ്ദേഹം പിന്നീട് തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു കോച്ചിങ് കമ്പനിയായ വസോഗി കോച്ചിങ് കമ്പനിയുടെ പ്രസിഡന്റും കോ ഫൗണ്ടറും ഒക്കെയാണ് ഈ അറോഷ് വസോഗി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കുറെ നിരീക്ഷണങ്ങളാണ് ഈ പറയുന്ന ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഗോളുകൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ എല്ലാ വർഷവും ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്യുന്നു, എസ്പെഷ്യലി ഫിനാൻഷ്യൽ ഗോൾ എടുക്കുക. എന്നിട്ട് അങ്ങനെ ആ സെറ്റ് ചെയ്ത ശേഷം ഇപ്പോൾ ജനുവരിയിൽ എടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചോ, ഇപ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 3 മാസമായി. എന്നിട്ട് കൃത്യമായി എല്ലാ ദിവസവും അതിന് വേണ്ടുന്ന ആക്ഷൻ പ്ലാൻ ചെയ്യുകയും അതിനെ വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്ന എത്ര പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട്? അവർക്ക് മീ എന്ന് ടൈപ്പ് ചെയ്യാം. ഞാൻ കുറച്ച് സമയം കാത്തിരിക്കാം. ചില ആൾക്കാർ മീ എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഭൂരിപക്ഷം ആൾക്കാർക്കും അത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടോ എന്നുള്ളതിൽ കുറച്ച് സംശയം തന്നെയാണ്. കാരണം ചിലവർ തുടങ്ങും, പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കില്ല എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ആ ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡമാണ്. അത് ആദ്യം മനസ്സിലാക്കണം. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് സ്വാഭാവികമായ പണം ഉണ്ടാക്കലല്ല. ഉദാഹരണത്തിന്, ഇപ്പൊ നിങ്ങൾക്കൊരു വിദേശ രാജ്യത്ത് പോകണം.
അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ട പ്രോപ്പർട്ടി വാങ്ങണം, അല്ലെങ്കിൽ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങണം, അല്ലെങ്കിൽ തന്റെ കുട്ടിയുടെ വിദ്യാഭ്യാസം നടത്തണം. ഇങ്ങനെ ഒരു തരത്തിലുള്ള തടസ്സവും അതിനില്ലാത്ത വിധത്തിൽ നമുക്ക് മണി ഫ്ലോ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. ഈ ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിനുള്ള ചില കാര്യങ്ങൾ അവിടെ അതിന്റെ തുടക്കത്തിലാണ് ഇത്തരത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ തുടക്കം ഇതാണ്. ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? നമുക്ക് ഒരു അനായാസേന നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ അടുത്തേക്ക് പണം ഉണ്ടോ, ഒഴുകി വരുന്നുണ്ടോ? അതാണ് നമ്മുടെ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി കൂടുതൽ മനസ്സിലാക്കേണ്ടത്. നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഇനി പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന തരം, അല്ലെ നമുക്ക് ലക്ഷ്യം വെക്കുന്ന തരത്തിലുള്ള വളരെ എന്താ പറയുക സന്തോഷകരവും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാത്തതുമായ ജീവിതമാണോ നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മളൊരു ഉത്തരം എന്താ പറയുക? ഏതാണ്ട് നമ്മൾ ഉത്തരം ഇങ്ങനെയായിരിക്കും: ആ നിലവാരത്തിലുള്ള, ഞാൻ ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള ഒരു ജീവിതം എനിക്ക് നയിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ ഒപ്പിച്ചൊക്കെ പോകുന്നു എന്നൊക്കെ പറയുന്ന നാടൻ ഭാഷയുണ്ടല്ലോ, അതനുസരിച്ച് അങ്ങ് പോകും. ഇങ്ങനെയായിരിക്കും ഭൂരിപക്ഷം ആൾക്കാരും പറയുന്നത്. എന്നാൽ ഞാൻ ഇനി മറ്റൊരു കാര്യം പറയട്ടെ. ഈ നമ്മളൊക്കെ മാതൃകയാക്കുന്ന ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ നേടിയ ആൾക്കാരെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. അത് ഒരാളുടെ മനസ്സിൽ ഒരാൾക്കാരായിരിക്കും. അവർക്കുള്ള കഴിവും നമ്മൾക്കുള്ള കഴിവും വ്യത്യസ്തമാണോ? ഒരിക്കലുമല്ല. അവർക്കും നമുക്ക് ഒരേ കഴിവുകളാണുള്ളത് എന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയാം. പക്ഷെ എന്തുകൊണ്ട് അവർ ഇത്തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലെത്തുന്നു? അതിന് കാരണം അവരവരുടെ കഴിവ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്തു, അതനുസരിച്ചുള്ള പ്രവർത്തന പദ്ധതികൾ ചെയ്യാൻ തുടങ്ങി, അവർ വിജയിക്കുന്നു. നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് സ്വയം ചോദിക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു, നമുക്ക് എവിടെയാണ് എത്തേണ്ടത്. ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കും. നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ എവിടെയാണ് എത്തേണ്ടത്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അത് ഉറപ്പിക്കുമ്പോഴാണ് നമ്മുടെ ആദ്യ വിജയം തുടങ്ങുന്നത്. ഭൂരിഭാഗം ആൾക്കാരും നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതിന് മാത്രം ഫോക്കസ് ചെയ്യുന്നു. നമ്മൾ എവിടെയാണ് എത്തേണ്ടത് എന്ന് നമ്മൾ അങ്ങനെ ഗൗരവമായി ചിന്തിക്കുന്നില്ല. ഈ ഒരു വ്യത്യാസം നമ്മൾ ആദ്യം മനസ്സിലാക്കും. അതായത് നമ്മൾ ആ ഏറ്റവും ഉയർന്ന ലെവലുള്ള ലക്ഷ്യം, അതാണ് വേൾഡ് ക്ലാസ് ഗോൾ, ഞാൻ പറഞ്ഞ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ലക്ഷ്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾക്ക് ഡീപ്പ് ഇന്റൻഷണൽ ആയിട്ടൊരു ചേഞ്ച് ഉണ്ടാവണം. വളരെ ആഴത്തിലുള്ള വാഴ്ന്നിറങ്ങിയ ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാവും. അതൊരു പെരിഫറൽ പോരാ, അതായത് നമ്മുടെ സർഫസ് ലെവൽ മാത്രം പോരാ. ഒരു ഉപരിപ്ലവമായ മാറ്റം മാത്രം ഉണ്ടായതുകൊണ്ട് ഒരു ലക്ഷ്യത്തിലും ഈ പറയുന്ന വേൾഡ് ക്ലാസ് ലക്ഷ്യത്തിൽ നമ്മൾ എത്തില്ല. അതിന് നമ്മളെ സഹായിക്കുന്നത് ചോദ്യങ്ങളാണ്, പൊതുവെ ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസിനെ സാധാരണ പറയാറുണ്ട്, ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻസ് ഷേപ്പ് അവർ പെർഫോമൻസ്, നമ്മുടെ പെർഫോമൻസിനെ അത് ഷേപ്പ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ ഷേപ്പ് അവർ ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റത്തെ അത് ഷേപ്പ് ചെയ്യുന്നു. അതേപോലെ ക്വസ്റ്റ്യൻസ് ഷേപ്പ് അവർ ആക്ഷൻസ്, നമ്മുടെ പ്രവർത്തനങ്ങളെ അത് ഷേപ്പ് ചെയ്യുന്നു പറയാറുണ്ട്. ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ വേൾഡ് ക്ലാസ് ഗോൾ ഉണ്ടല്ലോ, ആ ലക്ഷ്യത്തിൽ എത്തുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം, അതെങ്ങനെയൊക്കെയുള്ള മാറ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത്, ഇന്നത്തെ ദിവസം, അതായത് ഇന്നത്തെ പ്രസന്റ്, ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമാക്കി മുന്നോട്ട് പോകാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള 3 ചോദ്യങ്ങളാണ് നാം സ്വയം ചോദിക്കേണ്ടത്. ഇതാണ് ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത്, നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ ആ വലിയ ലക്ഷ്യത്തിലെത്താനുള്ള ആ വെല്ലുവിളി നിങ്ങൾ നേരിടുന്നുണ്ട്. ഒരു വെല്ലുവിളിയായിട്ട് അത് എടുത്തിട്ടുണ്ട്, എങ്കിലും നമ്മൾ കൂടുതൽ പ്രവർത്തിക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങളെ അത് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, ആ ലക്ഷ്യം നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, പ്രചോദിപ്പിക്കുന്നുണ്ട് എല്ലാ സമയത്തും. മൂന്നാമത്തത്, നിങ്ങളുടെ ചുറ്റുപാട്, അത് വീടാവാം, നിങ്ങളുടെ സുഹൃത്തുക്കളാവാം, അല്ലെ ആരും ആവാം, നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾ അനുവദിക്കുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെ നിയന്ത്രിക്കാൻ വേണ്ടി അനുവദിക്കുന്നുണ്ട്. ഇനി നാലാമത്തെ കാര്യം, നിങ്ങളുടെ ഉള്ളിലുള്ള സംഭാഷണം ഉണ്ടല്ലോ, സെൽഫ് ടോക്ക് എന്ന് പറയും, ആന്തരിക സംഭാഷണം, അത് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇതാണ് വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ വലിയ ലക്ഷ്യത്തിലെത്തുന്നതിന് നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഒരു മതിലുണ്ട്, ഒരു ബ്രിക്ക് വാൾ. അതെന്താ മതിൽ എന്നറിയോ? നമ്മുടെ പ്രസന്റ് റിസൾട്ട് ആണ്. നമ്മൾ എപ്പോഴും പ്രസന്റ് റിസൾട്ടേ നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് ഈ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, ഞാൻ വലിയ ആ പ്രസന്റ് റിസൾട്ടിൽ ഒരാൾ ബ്ലോക്ക് ആയാൽ പിന്നെ അയാൾ വലിയ ലക്ഷ്യത്തിലെത്തില്ല. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ പ്രസന്റ് റിസൾട്ടിൽ ഫോക്കസ് ചെയ്യരുത്. നമ്മൾ പറഞ്ഞത് ഭൂരിഭാഗം ആൾക്കാരും ഈ പ്രസന്റ് റിസൾട്ടിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് വലിയൊരു പ്രശ്നമായി കാണുന്നത്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ,
നമ്മുടെ ജീവിതത്തിലെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, പാസ്റ്റ് എക്സ്പീരിയൻസസ്, അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ അനുഭവങ്ങൾ, ഇതൊക്കെ ചേർന്ന് നമ്മളിൽ ഒരു നമ്മുടെ മനസ്സിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു പാരഡിം ഉണ്ടാവുന്നുണ്ട്. ഈ പാരഡിം എന്ന വാക്ക് നമ്മൾ നേരത്തെ തന്നെ ഒരു യൂട്യൂബ് ചെയ്തിട്ടുണ്ട്. ഒട്ടേറെ പ്രേക്ഷകരുടെ ഒരു വീഡിയോ ആണ്, അതൊന്നുകൂടി കണ്ടു നോക്കുക. എന്താണ് പാരഡിം എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞു പോയ എക്സ്പീരിയൻസും വിശ്വാസങ്ങളും ഒക്കെ ചേർന്ന് നിങ്ങളിലുണ്ടായ ഒരു പ്രോഗ്രാമിംഗ് ആണ് ഈ പാരഡിം എന്ന് പറയുന്നത്. ആ പ്രോഗ്രാമിംഗ് ഉണ്ടാകുന്നത് ഈ പാസ്റ്റിൽ നിന്നാണ്. നേരെ മറിച്ച് ഈ പാരഡിം അപ്പോൾ നമ്മൾക്ക് എന്താ ഉണ്ടാവുക, സാധാരണക്കാരുടേത് ആ പ്രസന്റ് റിസൾട്ടിലേക്ക് തന്നെ വിശ്വസിക്കത്തക്ക വിധത്തിലുള്ള പ്രോഗ്രാമിംഗ് ആയിരിക്കും 24 മണിക്കൂർ റൺ ത്രൂ ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ റിസൾട്ടുകൾ മാത്രമേ ലഭിക്കൂ. വലിയ ലക്ഷ്യങ്ങൾ വേണമെങ്കിൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഈ പാരഡിം ഒന്ന് മാറ്റണം, പാരഡിം ഷിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ പാരഡിമിനെ റീപ്ലേസ് ചെയ്യാം. അതായത് ആ പ്രോഗ്രാമിനെ റീപ്ലേസ് ചെയ്യാം. അതാണ് ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുക. അതായത് നമ്മളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ പ്രോഗ്രാമിങ്ങിനെ ഒന്ന് റീപ്ലേസ് ചെയ്ത് പുതിയ പ്രോഗ്രാം ആക്കി മാറ്റണം. അതിന് നമ്മൾ പാരഡിം ഷിഫ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പാരഡിം ഷിഫ്റ്റിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ ഇപ്പോൾ എവിടെ ആണ് നിൽക്കുന്നത്, ആ റിസൾട്ടിൽ, പ്രസന്റ് റിസൾട്ടിൽ അവിടെ സ്റ്റക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ എവിടെയാണോ എത്തേണ്ടത് എന്ന ആ വലിയ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഷിഫ്റ്റിംഗ്, അതാണ് പാരഡിം ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. മറ്റ് ജീവികളിൽ നിന്നും വളരെ വ്യത്യസ്തമായി മനുഷ്യന് ചില പ്രത്യേകതകളുണ്ട്. അത് നമ്മൾ എത്ര പേർ മനസ്സിലാക്കിയെന്നറിയില്ല. ഭൂരിഭാഗം ആൾക്കാരും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് മറ്റു ജീവികൾ അവരുടെ 5 ഇന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ, അത് അവിടെ കിട്ടുന്ന വിവരങ്ങൾ, അതനുസരിച്ച് അവരങ്ങോട്ട് മുന്നോട്ട് പോകും. അവർക്ക് അപ്പുറമില്ല. നമുക്ക് മനുഷ്യന് 6 ഹയർ ഫാക്കൽറ്റീസ് ഉണ്ട്. മൈൻഡിന്റെ അല്ലെ മനസ്സിന്റെ 6 ഹയർ ഫാക്കൽറ്റീസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നറിയോ? ഒന്നാമത്തത് മെമ്മറിയാണ്, രണ്ടാമത്തത് പെർസെപ്ഷനാണ്, മൂന്നാമത്തത് വില്ലാണ്, നാലാമത്തത് ഇമാജിനേഷനാണ്, അഞ്ചാമത്തത് ഇൻറ്റ്യൂഷനാണ്, ആറാമത്തത് റീസണാണ്. ഈ 6 എണ്ണവും മനുഷ്യന് മാത്രം, അവരുടെ മനസ്സിന് മാത്രമുള്ള ഒരു ഹയർ ഫാക്കൽറ്റീസ് ആണ്. ഒന്നാമത്തെ മെമ്മറിയാണ്, ഓർമ്മ. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഓർമ്മ, അതാർക്കും ഇങ്ങനെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തത് പെർസെപ്ഷനാണ്. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു വിഷയത്തെ സമീപിക്കുന്നത് എങ്ങനെ, അത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനും പണ്ട് കുട്ടിക്കാലത്തുള്ള നമ്മളെ അനുഭവങ്ങൾ, വായിച്ചറിവുകൾ, പലതരത്തിലുള്ള നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവുകൾ വെച്ചുകൊണ്ട് ഒരു വിഷയത്തെ നമ്മൾ സമീപിച്ചുണ്ടാക്കുന്ന കാഴ്ചപ്പാടിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തത് വില്ലാണ്, അല്ലെ വിൽ പവർ എന്ന് പറയും. നമ്മുടെ ഈ ഇമ്പൾസസ് ഉണ്ടല്ലോ, പെട്ടെന്നുണ്ടാകുന്ന നമ്മുടെ ഓരോ തരത്തിലുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ വരുന്നതിന്, പെട്ടെന്ന് പ്രതികരിക്കുന്നതിന് പകരം അതിനെ യഥാർത്ഥത്തിൽ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെയുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് വിൽ പവർ എന്ന് പറയുന്നത്, വിൽ എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞാൽ വരുന്നത് നമ്മുടെ ഇമാജിനേഷനാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഭാവനയാണ്. നമ്മുടെ ഭാവനയിൽ കാണുന്ന കാര്യങ്ങളാണ് പിന്നീട് സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞ ഭാവന നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റൊന്ന് ഇൻറ്റ്യൂഷനാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ ചില തോന്നലുകൾ ഉണ്ടാവും, ചില വെളിപാടുകൾ എന്ന് പറയാം. അതിനെയാണ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് റീസൺ ആണ്. നമ്മൾ ഒരു പ്രശ്നത്തെ കാര്യകാരണ സഹിതം വിലയിരുത്തി തീരുമാനം എടുക്കുന്നതിനാണ് റീസൺ എന്ന് പറയുന്നത്. ഈ ഫാക്കൽറ്റി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എവിടെയാണോ സ്റ്റക്ക് ആയിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ഹയർ ലെവലിലേക്ക് മാറാൻ പറ്റും. അതെങ്ങനെ? നമ്മുടെ ഫോക്കസ് ഈ ഹയർ ഫാക്കൽറ്റിയിലേക്ക് മാറുകയും നമ്മുടെ 24 മണിക്കൂറും നമ്മുടെ പ്രവർത്തനങ്ങൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആ ഉയർന്ന ലക്ഷ്യത്തിലെത്താൻ എളുപ്പത്തിൽ സാധിക്കും. നമുക്കൊക്കെ തന്നെ വലിയ ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ വളരെ കൃത്യമായൊരു പ്രോസസ്സിലൂടെ കടന്നു പോകണം. ഇനി ഞാൻ ആ പ്രോസസ്സാണ് പറഞ്ഞു തരുന്നത്. അത് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യാണ് എല്ലാവരും ചെയ്യേണ്ടത്. നമ്മുടെയൊക്കെ 5 ഇന്ദ്രിയങ്ങൾ വഴിയാണ് ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിൽ എത്തുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഈ ഇൻഫർമേഷന് ഒരു നിയന്ത്രണവും ഇല്ല എന്നുള്ളതാണ് സാധാരണക്കാരായ നമ്മുടെ ഒരു അവസ്ഥ. അത് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഇന്ദ്രിയങ്ങളുടെ അടിമകളാണ്. എന്ത് ഇൻഫർമേഷൻ വന്നാലും അത് ബ്രെയിനിലെത്തും. നമ്മൾ അതിൽ ഒരു നിയന്ത്രണവും ആക്കുന്നില്ല. അപ്പൊ ആദ്യത്തെ മാറ്റം വരുത്തേണ്ടത്, ലക്ഷ്യമൊക്കെ നമ്മൾ തീരുമാനിക്കണം, അതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, അത് എത്തേണ്ട അവസ്ഥയൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ് നമുക്ക് ആവശ്യമായ ഇൻഫർമേഷൻ മാത്രം ഫിൽറ്റർ ചെയ്ത് ബ്രെയിനിന് കൊടുക്കണം. ആ ലക്ഷ്യത്തിലെത്തേണ്ടത് മാത്രം, അല്ലാത്തതൊക്കെ ഡിസ്കാർഡ് ചെയ്യണം. സ്റ്റെപ്പ് നമ്പർ 1. ഇത് എളുപ്പമുള്ള പണിയല്ല, അത് കണ്ടിന്യൂസ് എഫേർട്ട് വേണ്ടി വരും. അപ്പൊ അങ്ങനെ ഫിൽറ്ററിങ് ചെയ്ത് ആവശ്യമുള്ള തോട്ട്സ് മാത്രം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമ്പർ 1. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു ലക്ഷ്യത്തിൽ വിചാരിച്ചിട്ടുണ്ടല്ലോ, അവിടെ എത്തിയതായി നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഇമോഷൻ ആയിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. ഇപ്പൊ നിലവിലിതാ നമ്മുടെ ആക്ഷനും നമ്മുടെ തോട്ട്സും നമ്മുടെ ബിഹേവിയറും ഒക്കെ നിലവിലുള്ള സാഹചര്യം വെച്ചിട്ടാണ്. അങ്ങനെയല്ല വേണ്ടത്. ആ എത്തിയ ലക്ഷ്യം
എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള ആക്ഷൻസ്, അത്തരത്തിലുള്ള തോട്ട്സ്, അത്തരത്തിലുള്ള ബിഹേവിയർ, ഇത് മൂന്നുണ്ടാകണം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. ഇതും എളുപ്പമല്ല എന്ന കാര്യം ഓർമ്മിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്കാണ് നമ്മൾ ഈ തോട്ട്സും അതോടൊപ്പം തന്നെ ഈ ഇമോഷൻസും കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടെ മിക്സ് ആവും എവിടെ? കോൺഷ്യസ് മൈൻഡിൽ. അത് നമ്മൾ ഇന്റൻഷനലി ചെയ്യണം, നല്ല ഹാർഡ് വർക്ക് എടുത്ത് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചു കാലം നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ ഈ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഈ തോട്ട്സും ഈ മിക്സ് ചെയ്തിരിക്കുന്ന ഇമോഷൻസ് എല്ലാം കൂടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തും. അതിന് സമയമെടുക്കും ഞാൻ പറഞ്ഞു. സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ 24/7 സബ് കോൺഷ്യസ് മൈൻഡ് ആ ലക്ഷ്യം നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യും. അപ്പൊ നമ്മുടെ ആ പ്രവർത്തനങ്ങൾ എന്താണോ ലക്ഷ്യം തീരുമാനിച്ച് അത് നമ്മുടെ ഇമോഷണലി ബോണ്ടേജ് ആയിട്ടുള്ള തോട്ട്സേ പിന്നെ നമുക്ക് വരുന്നുള്ളൂ. അത് സബ് കോൺഷ്യസ് മൈൻഡിൽ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് എത്രയും പെട്ടെന്ന് ആ ലക്ഷ്യം എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ആ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കും. ഇനിയാണ് മറ്റൊരു പ്രവർത്തനം നടക്കുക. ഇവിടെ യൂണിവേഴ്സൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. ഈ യൂണിവേഴ്സൽ ഇന്റലിജൻസിന്റെ മീഡിയം, നമ്മുടെ കണക്റ്റിംഗ് മീഡിയം എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് ലക്ഷ്യം നേടാൻ ഇങ്ങനെ അശ്രാന്ത പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ് 24/7. ആ സമയത്ത് യൂണിവേഴ്സൽ ഇന്റലിജൻസിന്റെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടാവും. നമ്മുടെ ആ വലിയ ലക്ഷ്യം നേടാൻ ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടി കോൺസ്പയർ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആ ലക്ഷ്യത്തിൽ എത്തുന്നതിന്റെ വേഗത കൂടും. നമ്മൾ 100% ആ വലിയ ലക്ഷ്യത്തിൽ എന്തായാലും എത്തിച്ചേർന്നിരിക്കും. അതിനുള്ള ഈ പ്രോസസ് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അതിന് വരുത്തേണ്ട ചേഞ്ചസ് മനസ്സിലാക്കണം. അതിന് നല്ല സമയമെടുക്കും എന്ന കാര്യം കൂടി ഓർക്കണം. ഇവിടെ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നമ്മുടെ വലിയ ലക്ഷ്യവും നമ്മുടെ മനസ്സും ഒന്ന് ഫ്യൂസ് ആവും, ഒന്നിക്കും. അപ്പോഴാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുക. ചുരുക്കത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മളിലൊക്കെ ഒരു ഓൾഡ് കണ്ടീഷനിങ് ഉണ്ട്. ഈ ഓൾഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പഴയ രീതിയിൽ ഉണ്ട് ഒരു കാര്യം അവിടെ കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വലിയ ലക്ഷ്യത്തിൽ സാധാരണക്കാരെത്താത്തത്. അത് മനസ്സിലായല്ലോ? ഈ ഓൾഡ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ പാസ്റ്റിലെ കഴിഞ്ഞുപോയ കാര്യങ്ങളിലെ കുറെ ഭാഗങ്ങൾ അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ, അതിൽ ഒരു പുതിയതായിട്ട് ഒരു ചിന്ത ഉണ്ടാവില്ല. ഈ ഓൾഡ് കണ്ടീഷനിങ്ങിന്റെ പ്രധാനം തുടങ്ങുന്ന ഈ പാസ്റ്റ് തോട്ട്സ് എന്നാണ്. അത് ആദ്യം ഉണ്ടാക്കുന്നത് ഡൗട്ടാണ്, സംശയം. ഈ സംശയം വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഉടനെ തന്നെ വരുന്ന ഒരു സംഭവമാണ് നമുക്ക് വറി അല്ലെങ്കിൽ ആങ്സൈറ്റി. ഇത് ശരിയാവും. അത് കഴിഞ്ഞ് ഉടനെ നമുക്ക് ഭയം വരും. പിന്നെ ആക്ഷൻ അങ്ങോട്ട് പിന്നോട്ട്. അപ്പൊ ഇത് ശരിക്കും നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന എന്താണ് പറയുന്നത്. നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളെ ഇത് ബാധിക്കും. അപ്പൊ ഈ ഓൾഡ് കണ്ടീഷനിങ്ങിലുള്ള നമ്മുടെ അവസ്ഥയിൽ നിന്ന് നമ്മുടെ ഒരു ന്യൂ കണ്ടീഷനിങ്ങിലേക്ക് മാറണം. അതിന് വേണ്ടത് എന്താ? ഡെഫിനറ്റ് ഡിസിഷൻ. ഞാനത് അച്ചീവ് ചെയ്തിരിക്കും. ഗോളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അത് തീരുമാനം, പിന്നെ ഒരു മാറ്റം വരുത്താൻ പാടില്ല. ഡെഫിനറ്റ് ഡിസിഷൻ. അത് വരുമ്പോൾ എന്താ ആദ്യം നടക്കുന്ന ഗുണം എന്താ അറിയോ? ഈ ഡൗട്ട് അങ്ങ് പോകും. പിന്നെ വെറി ഉണ്ടാവില്ല, പിന്നെ ഫിയർ ഇല്ല, പിന്നെ ആക്ഷൻ മാത്രം. അപ്പൊ എന്താവും? നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് ന്യൂ കണ്ടീഷനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുക. ഓൾഡ് കണ്ടീഷനിങ് മാറി. അപ്പൊ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ലക്ഷ്യത്തിലെത്തുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കും. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റു കാര്യം, നമുക്കൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് 3 തരത്തിലുള്ള ഗോളുകൾ. ഒന്ന് ആവറേജ് ഗോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ മുമ്പൊക്കെ നമ്മൾ നേടിയിരിക്കുന്ന ഗോൾ, വലിയ അത്ഭുതമൊന്നുമില്ല. ആവറേജ് ഗോൾ എന്ന് പറയില്ല. ആവറേജിലെ വാക്ക് തന്നെ നമുക്ക് മനസ്സിലാവും, ശരാശരി എന്ന ഭാഗത്തിലും. രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഉയർന്ന തരത്തിലുള്ള ഗുഡ് ഗോൾ എന്ന് പറയാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല ഉയർന്ന തരത്തിലുള്ള ഗോൾ എന്ന് പറഞ്ഞാൽ വലിയ മാറ്റമൊന്നുമല്ല. ഇതുവരെ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവില്ല. ആവറേജ് ഗോൾ നമ്മൾ മുമ്പൊക്കെ അച്ചീവ് ചെയ്ത് തന്നെ ആയിരിക്കും വരിക. ഈ ഗുഡ് ഗോളിൽ നമ്മൾ അത്രയും വലിയൊന്നും അച്ചീവ് ചെയ്തിട്ടുണ്ടാവില്ല. എന്നാൽ വലിയ കാര്യമൊന്നും ഒട്ടും അല്ലാന്നാണ്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗോൾ. അതിന്റെ പേര് 10x ഗോൾ എന്നാണ്. 10x ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഗോൾ. അതാണ് ഈ വേൾഡ് ക്ലാസ് ഗോൾ എന്നൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ആ ഗോൾ നമ്മൾ അച്ചീവ് ചെയ്യണം. അങ്ങനെ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അതായത് നല്ല എഫേർട്ട് വേണം. അത് സ്മാർട്ട് വർക്ക് വേണം. ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല, സ്മാർട്ട് ആയിട്ടുള്ള വർക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം മാറ്റം ഉണ്ടാവുന്ന അത് അച്ചീവ് ചെയ്യുന്ന സമയത്ത് ആ പ്രോസസ്സിനിടയിൽ തന്നെ നമുക്ക് ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ തോട്ട്സ് അതനുസരിച്ചുള്ള ഹയർ 10x ഗോൾ അച്ചീവ് ചെയ്യുന്ന തോട്ട്സ് ആണ് ഉണ്ടാവുക. അതേപോലെ തന്നെ അത്തരത്തിലുള്ള ആക്ഷൻസ് ആണ് ഉണ്ടാവുക, അത്തരത്തിലുള്ള ബിഹേവിയർ ഉണ്ടാവുക, പെരുമാറ്റം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയ ഗോളിലേക്ക് 10x ഗോളിലേക്ക് എത്തലാണ് നമ്മുടെ ആവശ്യം. ഈ 3 തരത്തിൽ ഗോളുകൾ ഉണ്ട് എന്ന കാര്യം ഒന്ന് പറഞ്ഞു മാത്രം. നമ്മളിങ്ങനെ ഒരു വേൾഡ് ക്ലാസ് അല്ലെങ്കിൽ 10x ഗോളിലേക്ക് പോകുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം വേണ്ടത് നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്യണം. നമ്മളിപ്പോൾ കംഫർട്ട് സോണിൽ നിന്ന് ശക്തി സംഭരിച്ചുകൊണ്ട്, കറേജ് സംഭരിച്ചുകൊണ്ട് നമ്മളൊരു ചലഞ്ചിങ് സോണിലേക്കാണ് മാറുന്നത്.
അപ്പൊ അതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, അതിനൊരു നല്ല സ്ട്രെച്ചിങ് വേണം. അതായത് നമ്മൾ നന്നായി അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ചലഞ്ചിങ് സോണിലേക്ക് എത്താൻ പറ്റൂ, ആ ലക്ഷ്യത്തിൽ എത്താൻ പറ്റൂ. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിൽ നിന്നാണ് വിട്ടുപോകുന്നത്. ഈ കംഫർട്ട് സോൺ എന്ന ഒരു ചലഞ്ചിങ് സോണിലേക്കുള്ള ആ ഷിഫ്റ്റിംഗ് പലർക്കും താങ്ങാൻ പറ്റില്ല, അവർ പരിപാടി നിർത്തിയിട്ട് പോകും. അതാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ വലിയ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ 10x ഗോൾ നേടുന്ന, വേൾഡ് ക്ലാസ് ഗോൾ നേടുന്ന 5 പോയിന്റ്സുകളാണ്. 5 പവർ പോയിന്റ്സ്, 5 പവർ പോയിന്റ്സ്, 5 ശക്തിയുടെ പോയിന്റ്. അതിൽ ഒന്നാമത്തത് ഡിസിഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ആ വലിയ ലക്ഷ്യം നേടാനുള്ള ഡിസിഷനിലാണ് നമ്മൾ ഒന്നാമത്തെ പ്രാധാന്യം കൊടുക്കുന്നത്. 5 പോയിന്റ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആ ഡിസിഷനിലാണ്. അത് നമ്മൾ എടുത്തു കഴിഞ്ഞു. രണ്ടാമത്തത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഡിസിപ്ലിനിലാണ്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആക്ഷൻ, നമ്മുടെ തോട്ട്സ്, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ, ബിഹേവിയർ, എല്ലാ മേഖലകളിലും, പേരെടുത്തൊന്നും പറയണ്ട, എല്ലാത്തിലും നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടാവും. മൂന്നാമത്തെ നമ്മുടെ സ്റ്റാൻഡേർഡാണ്. നമ്മളൊരു ഹയർ ഗോൾ അച്ചീവ് ചെയ്തതായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ, നടപ്പ്, ഇരിപ്പ്, എല്ലാം ഇവിടെ ഒരു ഹൈ സ്റ്റാൻഡേർഡിലേക്കായിരിക്കണം നമ്മൾ പോയത്. പിന്നെ മറ്റൊന്ന് നമ്മുടെ ഇമേജാണ്, സെൽഫ് ഇമേജ്. അതായത് പഴയ ഇമേജ് ഒക്കെ മാറ്റി പുതിയ ഇമേജിലായിരിക്കണം നമ്മൾ മുഴുവൻ നമ്മളെ കാണുന്നത്. സെൽഫ് ഇമേജ് പൂർണ്ണമായും മാറ്റണം. അതാണ് നാലാമത്തെ പവർ പോയിന്റ്. അഞ്ചാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ ആറ്റിറ്റ്യൂഡാണ്. നമ്മുടെ അതിനോടുള്ള കാഴ്ചപ്പാട്, പെർസെപ്ഷൻ, കാഴ്ചപ്പാട്, സമീപനം, അത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഈ പോസിറ്റീവായ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയൊക്കെ നടക്കും. അപ്പൊ 5 പവർ പോയിന്റ്സ് ഒന്നുകൂടെ പറയാം. ഒന്നാമത്തത് ഡിസിഷൻ, രണ്ടാമത്തത് ഡിസിപ്ലിൻ, മൂന്നാമത്തത് സ്റ്റാൻഡേർഡ്, നാലാമത്തത് ഇമേജ്, അഞ്ചാമത്തത് ആറ്റിറ്റ്യൂഡ്. ഈ 5 പവർ പോയിന്റ്സിനെ മറക്കരുത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെ കുറിച്ചാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ഇന്ദ്രിയങ്ങൾ അടിമകളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട അടുത്തൊരു പ്രോസസ് ഡിറ്റാച്ച്മെന്റ് ഫ്രം ദി 5 സെൻസസ്. ഈ 5 ഇന്ദ്രിയങ്ങളിൽ നിന്നും നമ്മൾ ഒരു ന്യൂട്രൽ സ്റ്റേജിൽ, ഒരു അറ്റാച്ച്മെന്റ് അധികം ഇല്ലാത്ത ഡിറ്റാച്ച്ഡ് സ്റ്റേജിലേക്ക് പോകണം. എങ്കിലേ നമുക്ക് ഫുൾ പൊട്ടൻഷ്യലിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സ്മാർട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഫുൾ പൊട്ടൻഷ്യൽ, ഹൈ വൈബ്രേഷനിൽ ചെയ്യാൻ നമുക്ക് എന്നാലേ പറ്റും. ഒന്നിനോടൊരു അറ്റാച്ച്മെന്റ് ഇല്ലാതിരിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, നമ്മൾ ഡിറ്റാച്ച്മെന്റ് ഫ്രം ദ 5 സെൻസസ്. അപ്പം നടക്കുന്ന മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ, ഡിറ്റാച്ച്മെന്റ് ചെയ്യുമ്പോൾ, ഈ ഡോൺ വാണ്ട് എന്നതിന് പോകുന്നത് എല്ലാം നമ്മുടെ ചിന്തകൾ അധികം ഡോൺ വാണ്ടിലാണ് പോവുക. അതിന് പകരം വാട്ട് ഐ വാണ്ട് എന്നതിലേക്ക് മാറുമ്പോൾ എഫേർട്ട്ലെസ്, വലിയ പ്രവർത്തനം, വലിയൊരു എഫേർട്ടൊന്നും ഇല്ലാണ്ട് തന്നെ വലിയ ലക്ഷ്യം, വേൾഡ് ക്ലാസ് ലക്ഷ്യം നമ്മൾ എത്തിച്ചേരും. ഭൂരിഭാഗം സാധാരണക്കാരുടെയും പ്രശ്നം എന്താ തരും, അവര് നമുക്ക് എന്തില്ല എന്നതിലാണ് ഫോക്കസ് ചെയ്യുക. നോട്ട് ഹാവിങ് ഇറ്റ്, നമുക്കില്ല, അതിലേക്കാണ് കൂടുതലും പോകുന്നത്. എന്നാൽ ഒരു വേൾഡ് ക്ലാസ് ഗോളിൽ ഒരാൾ, ഏറ്റവും 10x ഗോളിലൊക്കെ നമ്മൾ പറഞ്ഞത് വേണമെങ്കിൽ നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. എനിക്ക് എന്തൊക്കെയുണ്ട്, വാട്ട് ഐ ഹാവ് വേർതി, മൈ വേർതിനെസ്, എനിക്ക് ഒരുപാട് കഴിവുണ്ട്, എൻ്റെ എന്തൊക്കെയാണ് എനിക്കുള്ളത് എന്നതിലേക്ക്, ഇല്ലാത്തതിൽ നിന്ന് ഉള്ളതിലേക്ക്, അങ്ങനെയുള്ള ഒരു ഷിഫ്റ്റിംഗ് നമ്മൾ കാര്യമായിട്ട് നടത്തും. എങ്കിൽ മാത്രമേ നമുക്ക് വലിയ ലക്ഷ്യത്തിലെത്താൻ പറ്റൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വേൾഡ് ക്ലാസ് ഗോൾ അല്ലെങ്കിൽ 10x ഗോളൊക്കെ ഏതൊരു വ്യക്തിക്കും നേടാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ അതിനുള്ള പ്രോസസ്സ് വളരെ പ്രധാനമാണ്. ഇത്രയും സമയം നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് ഓർത്തു നോക്കാം. അതിനൊന്ന് ഓർഡറായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം വേണ്ടത്, നമ്മൾ ആ വലിയ ലക്ഷ്യം നേടിയതായി സങ്കല്പിച്ചുകൊണ്ട് ഇമോഷണലി ആ തോട്ട്സ് ഒക്കെ തന്നെ ഒന്ന് ബ്ലെൻഡ് ആവണം, ഫ്യൂസ് വിത്ത് ഗോൾ. അത് മിക്സ് ചെയ്യണം. അതായത് നമ്മളത് നേടിയതായി നമുക്ക് വിശ്വസിക്കാൻ സാധിക്കണം ഇമോഷണലി. രണ്ടാമത്തത് ഐഡന്റിറ്റി ഷിഫ്റ്റ് ആണ്. ഇപ്പോൾ പ്രസന്റ് ഐഡന്റിറ്റി നിന്ന് പൂർണ്ണമായും മാറി നമ്മളെ ലക്ഷ്യം നേടിക്കഴിഞ്ഞ ഒരാളായിട്ടുള്ള പൂർണ്ണമായ മാറ്റം നമുക്കുണ്ടാവണം. ഐഡന്റിറ്റി ഷിഫ്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. മൂന്നാമത്തത് ഈ ലക്ഷ്യത്തിലെത്താനുള്ള പ്രോസസ്സാണ്. വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പ്രോസസ്സിലാണ്. ഓരോ ദിവസവും 30-60 മിനിറ്റൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ശ്രമത്തിലായിരിക്കണം. കൊച്ചു കൊച്ചു നേട്ടങ്ങളിലൂടെ ആ വലിയ നേട്ടം എത്തുമെന്ന വിശ്വാസവും ആ പ്രോസസ്സിലാണ്. ഫോക്കസ് ടു ദ പ്രോസസ്. ഈ മൂന്നും ചെയ്തു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും മികച്ച ലക്ഷ്യങ്ങൾ ഏതൊരു വ്യക്തിക്ക് നേടാൻ സാധിക്കും. അത് ചിലരുടെ കുത്തകയൊന്നുമല്ല. ഏതൊരു സാധാരണക്കാരായ ഒന്നുകിൽ എനിക്കോ പ്രേക്ഷകർക്കോ ഒക്കെ സാധിക്കും. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായ ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടത്. അവിടെ വീഴ്ച പാടില്ല. ആ ആത്മാർത്ഥ ശ്രമമാണ് ആവശ്യം. ആ സ്മാർട്ട് വർക്കാണ് ആവശ്യം. നമുക്ക് വലിയ ലക്ഷ്യങ്ങളുള്ള ആളായി മാറുന്നതോടൊപ്പം ആ വലിയ ലക്ഷ്യങ്ങൾ നേടി തന്നെ ഈ ലോകം വിട്ടുപോകാം. ഇത്രയും സമയം വളരെ ക്ഷമയോടെ വലിയ ലക്ഷ്യങ്ങൾ എങ്ങനെ നേടണം എന്നതിനെക്കുറിച്ച് വിശദമായി കേട്ട് പഠിച്ച പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് നിങ്ങളോട് വിനീതമായൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ഈ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം
പരമാവധി സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലും ഒക്കെ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യാം. അതോടൊപ്പം ഇതിനെക്കുറിച്ച് എന്നേക്കാൾ അറിവുള്ള ഒട്ടേറെ പ്രേക്ഷകരുണ്ടാവും ഈ വിഷയത്തെക്കുറിച്ച്. അവർ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ കമന്റ് ഏവർക്കും ഗുണകരം. അതോടൊപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് ഇത്തരം വിജ്ഞാനപ്രദമായ ഒട്ടേറെ വീഡിയോകൾ ഇനിയും ലഭിക്കും. താങ്ക് യു. Inspired by Altruistic Association of India, a non-profit non-religious entity.